കല്യാണസുന്ദരതനും കാരുണ്യാമൃതലോചനം താരുണ്യനിത്യബോധായ ശ്രീനാരായണ ഗുരും ഭജേ. നമഃ ശ്രീനാരായണ ഗുരുദേവ മഹാത്മനി അവതാരവരിഷ്ഠായ പൂർണ്ണബ്രഹ്മസ്വരൂപിണേ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്നേഹനിധികളായ ശിവഗിരി സാഹോദര്യം കുടുംബാംഗങ്ങളെ, സ്മൈൽ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും സ്നേഹവന്ദനം. ഓർക്കുക, കൃതാർത്ഥത എന്ന് നമ്മൾ പറയാറുണ്ട്. കൃതം ചെയ്തികൾ, നമ്മുടെ പ്രവൃത്തികൾ അത് അർത്ഥവത്തായി തീരുമ്പോഴാണ് ആ പ്രവൃത്തി സഫലമായി തീരുമ്പോഴാണ് നാം കൃതാർത്ഥരായിത്തീരുന്നത്. പലപ്പോഴും അത് സംഭവിക്കുന്നില്ല. വിചാരിച്ചതുപോലെ ഇനി മനസ്സ് പോലെ ശരീരം പ്രവർത്തിക്കാമെന്ന് വെച്ചാലും പ്രതികൂല സാഹചര്യങ്ങൾ, ഇതിനോടൊക്കെ ഉണ്ടാകുന്ന പ്രതിപ്രവർത്തനങ്ങൾ അത് നമ്മെ പിന്നോട്ടടിക്കും. എന്ന് മാത്രമല്ല, സൽക്കർമ്മങ്ങളാണെങ്കിൽ വിശേഷിച്ചും അതിനെ അപഹസിക്കുന്ന ഒരു പ്രവണത പണ്ട് മുതലേ ഉണ്ട്. അത് ഈ വിളയെ വിഴുങ്ങാൻ കളകൾ ആർത്തു കയറുന്നത് പോലാണ്. അതിനെ അതിജീവിച്ച് വേണം മുന്നേറുവാൻ. സാമാന്യേന എല്ലാവർക്കും അത് കഴിയണമെന്നില്ല. എന്നാൽ അപൂർവം ചിലർ ഇത്തരം ഒഴുക്കുകൾക്കെതിരെ നീന്തും. അവർ വിജയിച്ചെന്ന് തോന്നും. പക്ഷേ പലപ്പോഴും അവർ വഴിക്കിടറി വീഴുകയാണ്. അവരുടേതല്ലാത്ത കുറ്റങ്ങൾ കൊണ്ട്. എത്രയോ ചരിത്ര പുരുഷന്മാർ ജീവിതം പാതി വഴിവെച്ച് അവസാനിച്ച് അസ്തമിക്കേണ്ടി വന്നു. ഇനി അഥവാ ആദർശങ്ങൾ വിട്ടില്ല എങ്കിൽ പോലും അതിനെ ഉള്ളിലൊതുക്കിക്കൊണ്ട് നിശബ്ദമായി എല്ലാം സഹിച്ചുകൊണ്ട് അവർ കാലം കഴിച്ചു. ഇവിടെ ഗുരുവിൻ്റെ ചരിതം മഹനീയമായിരുന്നു എന്ന് ശിഷ്യൻ പാടുന്നു. നമ്മളെല്ലാവരും അത് ഏറ്റുപാടുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. പറയുന്നത് പരമാർത്ഥമാണെങ്കിലും അത് ബോധ്യപ്പെട്ട് പറയുമ്പോഴാണ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ നാം കൃതാർത്ഥരായിത്തീരുന്നത്.
നോക്കൂ, ചരിത്രം എന്നത് എന്താണെങ്കിലും ലോകത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ സംഭവിച്ച കാര്യങ്ങളുടെ വിവരണം, ആ സംഭവങ്ങളുടെ എല്ലാം അതേപടിയുള്ള പകർത്തൽ അല്ലെങ്കിൽ അനുസ്മരണം, ഇതാണ് ചരിത്രമെന്ന് പൊതുവെ ധരിക്കപ്പെടുന്നു. ചരിതവും ചരിത്രവുമെല്ലാം ഏതാണ്ട് ഒരുപോലെ. ഇവിടെ ചരിതമെന്ന് പറയുമ്പോൾ കഥ, ഈ കഴിഞ്ഞുപോയ കാര്യങ്ങളെയും കഥകളായി കണക്കാക്കുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ടാണ് പഴയ മഹാത്മാക്കളുടെ കഥകൾ യഥാർത്ഥത്തിൽ അത് കഥകളല്ല, എങ്കിലും കഥകളെന്നാണ് പറഞ്ഞു പോരാറുള്ളത്. ചരിതമെന്ന് പറഞ്ഞാൽ കേവലം കഥകൾ മാത്രമല്ല, ആ കഥകൾക്ക് ഒരർത്ഥമുണ്ടായിരിക്കണം. അനുഷ്ഠിക്കപ്പെടേണ്ടത്, പ്രവർത്തിക്കേണ്ടത് എന്താണോ അതനുഷ്ഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് അത് ചരിതമായി മാറുന്നത്. ഇപ്പം നമ്മളൊക്കെ ജീവിക്കുന്നു. ഇപ്പം കഴിഞ്ഞു പോയതെല്ലാം ഒരർത്ഥത്തിൽ ചരിതം എന്ന് വേണമെങ്കിൽ നമുക്ക് ഭാവന ചെയ്യാം. പക്ഷെ അത് ചരിതമാകുന്നില്ല. അവിടെ പ്രവൃത്തി അതെന്തായിരിക്കണമെന്ന് ഗുരു പല പ്രകാരത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അതിനെയെല്ലാം സ്വജീവിതത്തിലൂടെ വ്യാഖ്യാന രൂപേണ അവതരിപ്പിക്കുകയും ഉണ്ടായിട്ടുണ്ട്. എന്തായിരുന്നു അവിടുത്തെ ആദർശം? ആ ആദർശത്തിനൊരു വ്യാഖ്യാനം നമുക്ക് കാണണമെങ്കിൽ അത് ഗുരുവിൻ്റെ ജീവിതം തന്നെ നോക്കിക്കണ്ടാൽ മതി. അത്ര അഭേദ്യമായിരുന്നു ആദർശവും ജീവിതവും തമ്മിലുള്ള ബന്ധം. അത് ഒരിക്കലും അറ്റിരുന്നില്ല. അപ്പോൾ അവിടുത്തെ ഭഗവാനായി, ദൈവമായി നാം എല്ലാവരും കാണുന്നു. ഗുരു ദൈവം തന്നെയാണ് എന്ന് പറയുവാൻ ഏറെക്കുറെ എല്ലാവരും തന്നെ സജ്ജരായിരിക്കുന്നു. ഇങ്ങനെ പറയുന്നതിന് ആർക്കും സങ്കോചവും ഇല്ലാതെയായിരിക്കുന്നു. ഗുരുവിൻ്റെ വ്യാപ്തി, ആ യശസ്സിൻ്റെ വ്യാപ്തിയാണ്. അതുപോലെ തന്നെ അവിടുത്തെ നാമധേയത്തിലുള്ള പ്രസ്ഥാനങ്ങളുടെ ആ വിപുലീകരണവും സ്വാധീനവും ഒക്കെ അതിന് പ്രേരകമായിട്ടുണ്ട്. അതല്ലാതെ ഒരിക്കലും ആ മഹത്വത്തെ മനസ്സിലാക്കിക്കൊണ്ടാണെന്ന് കരുതുക വയ്യ. എല്ലാവർക്കും ഇത് ബാധകമല്ലെങ്കിലും പൊതുവെ അങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവിടുത്തെ ദൈവമായി കാണുന്നവർ അവരാർക്കാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമെന്ന് കരുതേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ ആ ദൈവികതയെ എങ്ങനെ ഉൾക്കൊള്ളുന്നു, ആ ദൈവികതയെ ഓരോരുത്തരും എങ്ങനെ പ്രകടിപ്പിക്കുന്നു, ഇത് ഗുരുവിൽ ദൈവികത നാം കാണുന്നുണ്ടെങ്കിൽ ആ ദൈവികതയുടെ ഒരു ദൃഷ്ടാന്തമായി
മറ്റുള്ളവർക്ക് തോന്നേണ്ടതാണ്. അതുകൊണ്ട് ഗുരുവിനോടുള്ള സമീപനം, അവിടുത്തോട് സമീപിക്കുമ്പോൾ നാം പ്രകടിപ്പിക്കുന്ന ഭാവം, ഇതെല്ലാം അതിന് അനുഗുണമായി നിൽക്കേണ്ടതാണ്. ഗുരുവിനെയും നാം പാലിക്കുകയും ആചരിക്കുകയും ചെയ്യേണ്ടതാണ്. അത് ഒരു ഭക്തന്റെ അല്ലെങ്കിൽ ശിഷ്യന്റെ ദൗത്യമാണ്. ശിഷ്യരിലൂടെയാണ് ഗുരുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തേണ്ടത്. ഗുരുത്വത്തിൻ്റെ പല വശങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്, അതിനെ അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഉത്തമ ശിഷ്യന്മാർ അതിനെ വിളംബരപ്പെടുത്തുന്നു. അവിടെയും നാം ഗുരുവിനെയാണ് മാതൃകയാക്കേണ്ടത്. സർവസാധാരണമായി ഇന്ന് നാം കാണുന്നത് ഗുരുവിനെ വേണ്ട വിധം മാനനീയത ലോകം കൊടുക്കുന്നില്ലയോ എന്നൊരു സംശയം. കൊടുക്കുന്നില്ല എങ്കിൽ അതിനുള്ള ഒരു പരിഭവം, അത് പിന്നെ ഒരു പ്രതിഷേധമായി മാറുന്നു. അംഗീകരിക്കപ്പെട്ടാലോ അതിനുള്ള അമിതമായ ആഹ്ലാദം. യഥാർത്ഥ ഒരു ഭക്തൻ ഇതൊന്നും മാനദണ്ഡമാക്കിക്കൂടാ, ആക്കാനും പാടില്ല. പക്ഷെ അത്രത്തോളം വളർന്നവരല്ല നമ്മൾ. ലോകം ഒരു തരത്തിൽ പോകുമ്പോൾ ആ ലോക സ്വഭാവങ്ങളുമായി പൊരുത്തപ്പെട്ട് പോകേണ്ടി വരുമ്പോൾ ഇങ്ങനെയുള്ള ചിന്താഗതിക്ക് തെറ്റുണ്ടെന്ന് പറയാനൊക്കില്ല. ഇപ്പം നോക്കൂ, മറ്റ് ദൈവങ്ങളെ എന്ന് പറയുമ്പോൾ നാം ധരിച്ചു വച്ചിരിക്കുന്ന ദൈവങ്ങളെ എന്ന് കരുതിക്കൊള്ളണം. പല ദൈവങ്ങൾ നമുക്കുണ്ട്. ഒരു ദൈവമേ ഉള്ളൂ എന്ന് ഗുരു പറയുമ്പോൾ അതെങ്ങനെയെന്ന് മനസ്സിലായവർക്ക് ഇത് ബാധകമല്ല. അപ്പോൾ അവിടെ നോക്കൂ, പ്രലോഭനം പല രീതിയിൽ വരുന്നുണ്ട്. എന്നെ ആശ്രയിച്ചാൽ, എന്നെ ഭജിച്ചാൽ, ഇനി വേണ്ട എന്നെ ഒന്ന് സ്മരിക്കുകയെങ്കിലും ചെയ്താൽ, ഇനി അബദ്ധത്തിലാണെങ്കിലും എൻ്റെ നാമം എന്ന് പറഞ്ഞാൽ ഉടലോടെ സ്വർഗത്തിൽ പോകുമെന്ന് വരെയുള്ള ഒരു പ്രവചനം, അത് പ്രലോഭനമല്ലെങ്കിൽ പിന്നെ എന്താണ്? അതൊരിക്കലും ഭഗവത് വാക്യമല്ല. ഒരു ഭഗവാനെ മഹത്വപ്പെടുത്തുവാൻ അതിൻ്റെ അനുയായികളോ അല്ലെങ്കിൽ ഭക്തന്മാരോ ചെയ്യുന്ന ഒരു ശ്രമം മാത്രമാണ്. ഏത് സാഹചര്യത്തിലും എത്ര പാപിയാണെങ്കിലും ഭക്തന്റെ മേൽ കരുണ ചൊരിയും ആ ഭഗവാനെ പ്രകീർത്തിച്ചാൽ മതി. ഇനി അതിൻ്റെതായ വിധിയിൽ പ്രീതിപ്പെടുത്തിയാൽ മതി. അപ്പോൾ അത് എത്ര കൊടിയ ദുഷ്ടമാർഗത്തിൽ കൂടെ കടന്നു പോകുന്നവർക്കാണെങ്കിലും ഇപ്പം എന്തും കഴിക്കാം, അതിനുള്ള മരുന്നുണ്ട് രോഗം ബാധിക്കാതിരിക്കാൻ എന്ന് കരുതുന്ന ശുദ്ധാത്മാക്കളെ പോലെ ആത്മീയ മാർഗത്തിലും അല്ലെ ഭക്തിമാർഗത്തിലും പ്രതിവിധിയുണ്ട്. അത് നിർവഹിച്ചാൽ മതി, അതിന് കുറെ സമയം നീക്കി വെച്ചാൽ മതി, സകല ദോഷങ്ങളും ഇല്ലാതാകും. ഇപ്പൊ ഈ രീതിയിൽ ഈ ഭക്തിമാർഗം ഒരു പ്രത്യേക തരത്തിൽ കടന്നു പോരുമ്പോഴാണ് ഗുരുവിൻ്റെ ഒരു സവിശേഷത. അവിടുന്ന് ഈ ഗുരുഗീതയിൽ പറയുന്ന പോലെ ഭുക്തി മുക്തി പ്രദാതാച എന്നൊരു പ്രയോഗമുണ്ട്. ഭുക്തി മുക്തി പ്രദാതാച തസ്മൈ ശ്രീ ഗുരവേ നമഃ.
ഗുരു മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. ഭുക്തി നൽകുമ്പോൾ അതോടൊപ്പം മുക്തി കൂടി നൽകുന്നു. ചില മരുന്നൊക്കെ കഴിക്കുമ്പോൾ ഈ എരിച്ചിലുണ്ടാകാതിരിക്കാൻ അതിന് സപ്പോർട്ടായിട്ട് മറ്റൊരു മരുന്ന് കൂടി തരുന്നത് പോലെ. ഇവിടെ നോക്കൂ, ഭൗതിക ഐശ്വര്യങ്ങൾ ഭുജിക്കാനുള്ളത് ഗുരു തരുന്നത്. ഇപ്പോൾ ഭോഗ ഐശ്വര്യങ്ങളുടെ പ്രത്യേകത എന്താണ്? അത് അനുഭവിക്കും തോറും ആർത്തി കൂടത്തേ ഉള്ളൂ. അഗ്നിയിലേക്ക് തൈലം പകരുന്നത് പോലെ ഒരിക്കലും നെയ്യ് കൊടുത്ത് അഗ്നിയെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല, കൊടുക്കും തോറും ആളിക്കൊണ്ടിരിക്കും എന്നതുപോലെയാണ്. ഐശ്വര്യങ്ങൾ, സർവ ഐശ്വര്യങ്ങളും തരുന്നു എന്ന് പറയുന്ന ദേവതകൾ ഇതുപോലെ ഭോഗ ഐശ്വര്യങ്ങൾ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് സമീപിക്കുന്ന, ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് ആ ഐശ്വര്യങ്ങൾ നൽകുമ്പോൾ പലരും അതിൽ അഭിരമിച്ച് അഹങ്കാരികളായിത്തീരുന്നു. വരം നേടിയ എത്രയോ ആളുകൾ വരം നൽകപ്പെട്ട ഭഗവാന്റെ അവതാരം കൊണ്ട് തന്നെ ആ മൃത്യു വരയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മുക്തി കൊടുക്കുന്നില്ല, ഭുക്തി കൊടുക്കുകയും ചെയ്യുന്നു. വളരെ ഭംഗിയായി ആശാൻ അത് പറയുന്നുണ്ട്. പ്രീതിക്കാളാകിലോരാതകില മഹിമയും ഭൂതിയും നൽകും ഏതോ ചൈതന്യം പൂണ്ടും അപ്രീതിയിൽ അപജയമുണ്ടാക്കിയും നിൽക്കയാലെ ഏതിനും മൂലമല്ലോ ഗുരുകൃപ, അതിനാൽ ഭുക്തിയും മുക്തിയും മേൽ സാധിപ്പാനോർത്ത് നാരായണ ഗുരുചരണം സന്തതം ഞാൻ തൊഴുന്നേ. അപ്പൊ മുക്തി ആത്യന്തികമായി മനസ്സിന്റെ സമനിലയല്ലാതെ മറ്റെന്താണ്? അതുണ്ടെങ്കിൽ ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞാൽ കടിഞ്ഞാണിന്റെ ആവശ്യമേ ഇല്ല. ആഗ്രഹിക്കേണ്ടത് മാത്രമേ ആഗ്രഹിക്കൂ. അവൻ ആഗ്രഹിക്കുന്നതാകട്ടെ മറ്റുള്ളവരെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ളതായിരിക്കും. അതിലൂടെ അവൻ അനുഭവിക്കുന്നതാകട്ടെ അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായി തീരുകയും ചെയ്യും. അവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരൻ്റെ സുഖത്തിനു കൂടിയായി തീരുക തന്നെ ചെയ്യും. അതാണ് ആത്യന്തികമായി എത്തിച്ചേരുന്ന നില. ഈ മനസ്സിന്റെ സമനിലയില്ലാതെ എന്തനുഗ്രഹം കിട്ടിയാലെന്ത്? ആ കിട്ടിയ അനുഗ്രഹത്തിൽ അയാൾ അഹങ്കാരിയായി കൂടുതൽ ആർത്തിയുള്ളവനായി മാറിയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഇവിടെ ഗുരുവിനെ ആശ്രയിക്കുമ്പോൾ ഭുക്തി നൽകുന്നുണ്ട്, ഭൗതിക ഐശ്വര്യങ്ങൾ നൽകുന്നുണ്ട്, അതോടൊപ്പം മുക്തിയും നൽകുന്നുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നാലേ അതിന് പാകതയുള്ളൂ, പൂർണ്ണതയുള്ളൂ. മറ്റുള്ളതെല്ലാം ഇതാ മനുഷ്യനെ വഴിതെറ്റിക്കുകയാണെന്ന് പറയേണ്ടി വരും. എങ്ങനെ? പ്രാർത്ഥിച്ചാൽ അർത്ഥിച്ചാൽ എല്ലാം ലഭിക്കും. അപ്പൊ അവിടെ ഒരു തരത്തിൽ കുറെ ആളുകൾക്ക് അലസരായി മാറാം, അതിനുള്ള സാധ്യതയുണ്ട്. ഇനി 10 കിട്ടിയാൽ 100 മതിയെന്നും എന്ന ആ വാക്യപ്രകാരം കിട്ടുന്നതിൽ തൃപ്തി പോരാഞ്ഞിട്ട് ഈ ലോഭം വർദ്ധിച്ച് അവർ കൂടുതൽ ആർത്തിയിലേക്ക്
കൂപ്പുകുത്തുന്നതായി കാണാം. ഇവിടെ ഗുരുവിൻ്റെ ദർശനം നമ്മെ പഠിപ്പിക്കുന്നു, എല്ലാം മിതമായിരിക്കണം. മിതത്വത്തിന് വേണ്ടിയിട്ടുള്ള, അല്ലെ ലാളിത്യത്തിന് വേണ്ടിയിട്ടുള്ള ആ ലാളിത്യം അതല്ല. മറ്റുള്ളവരെ കൂടി പരിഗണിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടത് ഈ ലോകത്തുണ്ടെങ്കിൽ അതെല്ലാവർക്കുമായി അനുഭവിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രമേ, അതിന് അനുസൃതമായി മാത്രം, ഞാൻ ഭോഗങ്ങൾ അനുഭവിക്കുമ്പോൾ മാത്രമേ എൻ്റെ ജീവിതം കൃതാർത്ഥമാകുന്നുള്ളൂ, എൻ്റെ ചരിതം മഹനീയമാകുന്നുള്ളൂ. ഗുരു പല കാര്യത്തിലും മാതൃക കാണിച്ചു. നോക്കൂ, അവിടുത്തെ ആ വസ്ത്രധാരണമായിക്കൊള്ളട്ടെ, അവിടുത്തെ ആഹാരമായിക്കൊള്ളട്ടെ, എന്തിലും ഒരു മിതത്വം കാണാം, ലാളിത്യം കാണാം. ആ ലാളിത്യമൊന്നും അവിടുത്തെ യശസ്സിന് അല്ലെങ്കിൽ മഹത്വത്തിന് പരിമിതി ഉണ്ടാക്കിയില്ല. അതിനെ എല്ലാം അതിവർത്തിച്ച് അവിടുന്ന് വിശ്വത്തോളം വളർന്നു എന്നല്ല പറയേണ്ടത്. സാക്ഷാൽ ബ്രഹ്മം എന്ന് പറയുമ്പോൾ എല്ലാത്തിലും നിറഞ്ഞ് നിൽക്കും വിധം നിത്യനായി തീർന്നു. അവിടുന്ന് മഹനീയനായിരുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെ കൈവരിച്ചു? ലോകത്തെ അവിടുന്ന് വീക്ഷിക്കാതിരുന്നില്ല. ലോക സ്വഭാവങ്ങളെ ഇത്രത്തോളം അറിഞ്ഞിട്ടുള്ളവർ ആരും ഉണ്ടാവില്ല. പക്ഷേ അലക്ഷ്യമായി പായുന്ന, അല്ലെങ്കിൽ മറ്റൊരു സമയം സ്തംഭിച്ചു നിൽക്കുന്ന ആ ലോകത്തോടൊപ്പം അലക്ഷ്യമായി പായാതെയും അല്ലെങ്കിൽ സ്തംഭിച്ചു നിൽക്കാതെയും എങ്ങനെയാണോ പുലരേണ്ടത് അത് മറ്റൊന്നിനെയും ആശ്രയിക്കാതെ, മറ്റൊന്നിനെയും കാക്കാതെ അവിടുന്ന് നേർവഴി, അതാണ് ഗുരു ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. നല്ല വഴി, നേർവഴിയല്ല, നല്ല വഴി. അവിടുന്ന് നല്ല വഴിയേ പോയി. അവിടുത്തെ ആശ്രയിക്കുന്നവരോ അവരെയും നല്ല വഴിയെ കൊണ്ടുപോവുകയാണ്, നല്ല വഴിയെയാണ് കൊണ്ടുപോകുന്നത്. പ്രലോഭനമില്ല. നല്ല വഴിയെ കൊണ്ടുപോകുന്നത് എങ്ങനെ? അവരുടെ ബുദ്ധിയെ തെളിച്ച് അവർക്ക് ശരിയായ ബോധം നൽകി, ലക്ഷ്യബോധം നൽകി, ഒരിക്കലും നിർബന്ധത്തിന് വഴങ്ങി എങ്ങോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നറിയാതെ അസ്വസ്ഥപ്പെട്ട് ചിലരുടെ പിന്നാലെ പോകേണ്ടി വരുന്നവരെ കാണാം. ഇതങ്ങനല്ല. ആത്മവിശ്വാസത്തോടെ, ലക്ഷ്യബോധത്തോടെ ആയിരിക്കും അങ്ങനെയുള്ളവരുടെ യാത്ര. ബുദ്ധി തെളിഞ്ഞു കഴിഞ്ഞാൽ നന്മ തിന്മകൾ എന്തെന്നറിയും, വേണ്ടതെന്ത് വേണ്ടാത്തതെന്തെന്നറിയും. അങ്ങനെ സത്ത് അസത്ത് ഇവയെ തിരിച്ചറിഞ്ഞ് അസത്തിനെ പൂർണ്ണമായും വർജിക്കുകയാണ്. അസത്തിലൂന്നി നിൽക്കുന്നത് കൊണ്ടാണ് സകല പാപചിന്തകളും സകല പാപപ്രവൃത്തികളും ഉണ്ടാകുന്നതെന്നും അതാണ് തന്നെ പാപിയാക്കുന്നതെന്നും മനസ്സിലാക്കിയ അവൻ ഈ പാപചിന്തയിലേക്ക് തന്നെ
കൊളുത്തി വലിക്കുന്ന ആ പാപവാസനയെ മാറ്റാനാണ് പ്രാർത്ഥിക്കുന്നത്. ഈശാവാസ്യ ഉപനിഷത്തിന്റെ പരിഭാഷയിൽ പറയുന്നത്, വഞ്ചനം ചെയ്യുമേനസ് ഞങ്ങളിൽ നിന്നു മാറ്റുക. വഞ്ചനം ചെയ്യുമേനസ്. ധർമ്മമാർഗത്തിലൂടെ ചരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിലേ പോകാൻ ആകാതെ ഒരു കനത്ത മറ നമ്മെ തടയുകയാണ് പാപബോധം. മുമ്പ് പറഞ്ഞതുപോലെ പലതും ഭുജിക്കുന്നു, അനുഭവിക്കുന്നു. അത് വീണ്ടും വീണ്ടും അനുഭവിക്കുവാൻ, അതിന് യോഗമില്ലെങ്കിൽ അതിനെ വെട്ടിപ്പിടിക്കുവാൻ ക്രൗര്യത്തോടെ, വാശിയോടെ ഇറങ്ങിത്തിരിക്കുകയാണ്. അതിനെ ഈ പാപക്കുഴിയിലേക്ക്, അതിൻ്റെ ആഴങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു തിരിച്ചറിവ് മനുഷ്യനുണ്ടാക്കി കൊടുക്കുന്നു. അതാണ് മുക്തി. അതിൽ നിന്ന് അവരെ പിടിച്ച് കരയേറ്റുന്നു. എങ്ങനെ? അവരെ ഈ ധർമ്മപ്രബോധനം ചെയ്ത്, സത്യപ്രവചനം ചെയ്ത്, ഇങ്ങനെയൊക്കെ അവരെ സമുദ്ധരിപ്പിക്കാമെന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വഴങ്ങുന്നതായിരുന്നില്ല, ദഹിക്കുന്നതായിരുന്നില്ല. അപരിചയം കൊണ്ട് ആശാൻ പറയുന്നത് പോലെ അവർക്കാർക്കും ഈ വക കാര്യങ്ങൾ പര്യാപ്തമായിരുന്നില്ല. അങ്ങനെയുള്ളിടത്താണ് ഒന്നും പറഞ്ഞില്ല എങ്കിലും ഒരു യഥാർത്ഥ മഹാത്മാവിൻ്റെ സ്മരണയിൽ, ആ മഹാത്മാവിലുള്ള വിശ്വാസത്തിൽ, ആ മഹാത്മാവിൻ്റെ ആദർശങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും വിശ്വസിച്ചാൽ, അതിനെ ആശ്രയിച്ചാൽ, അതിനെ ധ്യാനിച്ചാൽ സകല പാപങ്ങളും ഇല്ലാതായി ബുദ്ധി തെളിഞ്ഞ് നല്ല വഴിയെ പോകുന്ന അവസ്ഥ. ഇതുപോലൊരു ഭഗവത് സങ്കല്പം മുമ്പുണ്ടായിട്ടുണ്ടോ? ആ ഭഗവത് സങ്കല്പത്തിന്റെ പരിമിതികൾ നമ്മൾ കുറെ കണ്ടതാണ്. അതിനെല്ലാം വാസനകളുണ്ട്. അടിപ്പെട്ടവരാണ് ദേവതകളെല്ലാം തന്നെ. അതുകൊണ്ട് പ്രീതിയും ഉണ്ടാകുന്നുണ്ട്, അപ്രീതിയും ഉണ്ടാകുന്നുണ്ട്. ഒരേ സമയം തന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്, നിഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്, പ്രസാദിക്കുകയും ചെയ്യുന്നുണ്ട്, അന്തർധാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നിത്യതയില്ല. ഇവിടെ ഇതാ അവിടുന്ന് നിത്യനായി വിളങ്ങുന്നു. ഇങ്ങനെ ഒരാൾ, അത് നമുക്ക് നമ്മുടെ ഒരു മാനസികാവസ്ഥ വെച്ച് എത്ര കണ്ട് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് സംശയമുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ പോലും ഇതൊക്കെ ഒന്ന് ബോധ്യപ്പെടണമെങ്കിൽ കാലങ്ങൾ പിടിക്കും, ജന്മങ്ങൾ തന്നെ പിടിക്കും. വിദ്വാനേവ വിജാനാദി വിദ്വജ്ജന പരിശ്രമമെന്നുണ്ടല്ലോ. ഒരു വിദ്വാനെ മനസ്സിലാക്കണമെങ്കിൽ ആ വിദ്വാനോളം തന്നെ വളരണം. അതുപോലൊരു വിദ്വാന് മാത്രമേ ആ വിദ്വാന്റെ പരിശ്രമം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് അല്പമായിട്ട് എങ്കിലും ഒന്ന് സ്പർശിക്കാൻ സാധിക്കുമ്പോൾ, ഇത്ര ആദരവ് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു നല്ല ലക്ഷണമാണ്.
അത് ആഴമേറിയതാണ്. അത് ആഴും തോറും ആ ആഴം അനന്തമാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. അപ്പോൾ അവിടുത്തെ നിസ്സാരമെന്ന് തോന്നുന്ന പ്രവൃത്തികൾ പോലും ഒരുപക്ഷേ ഈ ജീവിതത്തിൽ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും നമ്മൾ ആരും ചിന്തിക്കാതിരിക്കുന്നില്ല, പ്രവർത്തിക്കാതിരിക്കുന്നില്ല. ഇത് മുഴുവൻ എണ്ണുകയാണെങ്കിൽ അത് അസാധ്യമാണ്. ഒരായുഷ്കാലം ചെയ്തത് മുഴുവൻ അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുമോ? കുറിച്ചിടാൻ പറ്റുമോ? പക്ഷെ ഇവിടെ ഓരോ നിമിഷത്തെയും അവിടുത്തെ ഭാവമായിക്കൊള്ളട്ടെ, ചലനമായിക്കൊള്ളട്ടെ, ആ ഭാവമാണെങ്കിൽ മൗനമായിക്കൊള്ളട്ടെ. ആ മൗനാവസ്ഥയിൽ പോലും നമ്മൾ പുറമേ നോക്കുമ്പോൾ അവിടുന്ന് ഏകാന്തതയിൽ മൗനമായിരിക്കുന്നു. പക്ഷെ അവിടെയും നിശബ്ദമായ ദൈവീക പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോക ക്ഷേമാർത്ഥമായി അവിടുന്ന് ചിന്തിക്കുകയാവും. ആ അന്തരംഗം എന്താണ് ചിന്തിക്കുന്നതെന്ന് നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ ഒന്നുറപ്പാണ്, അവിടുത്തെ ആ രീതി മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. ഒരുപക്ഷെ മൗനമായിരിക്കുന്ന അവസ്ഥയിലായിരിക്കും, ഏകാന്തതയിലിരിക്കുന്ന അവസ്ഥയിലായിരിക്കും അവിടുത്തെ ആ പ്രഭാവം ഏറ്റവും കൂടുതൽ വിളങ്ങുക. മുമ്പ് പലവട്ടം സൂചിപ്പിച്ചിട്ടുണ്ട്, അവിടുത്തെ ഒരു സിദ്ധി സങ്കല്പത്തെ യാഥാർത്ഥ്യമാക്കുവാനുള്ള സിദ്ധി. അത് യഥാർത്ഥ തപസ്സികൾക്ക് മാത്രമേ സാധിക്കൂ. തപസ്സിയാകണം, രൂപത്തിൽ മാത്രം പോരാ എന്ന് മാത്രമേ ഉള്ളൂ. എത്രയോ തപസ്സികളെ നാം കണ്ടുപോയി. ആ തപസ്സികളൊക്കെ ഈ ലോക സമുദ്ധാരണാർത്ഥം, ലോകത്തിന് വെളിച്ചമേകും വണ്ണം എത്രയോ നല്ല കാര്യങ്ങളാണ്, യുക്തമായ കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചത്. അത് സാധാരണക്കാര് പോലും തോന്നും. ഭാഷാ സ്വാധീനമില്ലാത്തത് കൊണ്ട്, അറിവില്ലാത്തത് കൊണ്ട് അവനത് പ്രകടിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ അവൻ്റെതായ അറിവിൽ അവനുമുണ്ട് ചില ധർമ്മ നീതികളും ഒക്കെ. പൂർണ്ണമല്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ എല്ലാം നേരിയ ഒരംശം ഇല്ലാത്ത മനുഷ്യനുണ്ടാവില്ല. കാരണം അവനിലും കുടികൊള്ളുന്നത് പരമാത്മ ചൈതന്യം തന്നെയാകുമ്പോൾ അങ്ങനെ വരാതിരിക്കാൻ തരമില്ല. അതുകൊണ്ട് ഈ മഹാപുരുഷ സംശ്രയമുണ്ടായാൽ, ശങ്കരാചാര്യർ പറയുന്നത് പോലെ മഹാപുരുഷ സംശ്രയം ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രം നേടേണ്ടതാണ്. അങ്ങനെ ഉണ്ടാകുന്ന ആർക്കും ഇത് പോഷിപ്പിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു സംശ്രയം ഉണ്ടാകുന്നവർക്ക് അത് താനെ പോഷിച്ചു വരിക തന്നെ ചെയ്യും. പക്ഷെ ആരാണ് മഹാപുരുഷൻ? ആരായിരിക്കണം മഹാപുരുഷൻ? അതിന് ഉത്തമ പുരുഷൻ ആര് എന്ന് ചോദിക്കുമ്പോൾ ഈ പലയിടത്തും പല രീതിയിൽ പറയുന്നു. ഇപ്പൊ രാമനെ പ്രകീർത്തിരിക്കുന്ന ഗ്രന്ഥത്തിൽ അത് രാമൻ എന്ന് പറയും. നാരായണനെ പ്രകീർത്തിക്കുന്ന പുരാണത്തിൽ അത് നാരായണൻ എന്ന് പറയും. ശിവനെ പ്രകീർത്തിക്കുന്നിടത്ത് അത് അങ്ങനെ പോകും. എല്ലായിടത്തും അതാത് മൂർത്തികളെ ഉത്തമ പുരുഷനായി അവതരിപ്പിക്കുകയാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ ഇപ്പോൾ കടക്കേണ്ടതില്ല. ഇവിടെ മഹാപുരുഷൻ അത് യഥാർത്ഥ മഹത്വമാർജിച്ചവനാണ്. മഹത്വം എന്ന് പറഞ്ഞാൽ
സകല ഗുണങ്ങളും നിഖില ഗുണങ്ങളും സമ്മേളിച്ചവൻ. ആ ഗുണങ്ങളെല്ലാം നിത്യമായി വിളക്കുന്നവൻ. അവനിലത് വിളങ്ങിയിരിക്കും. ഒരിക്കലും അതിന് ശോഷണമില്ല. മുമ്പ് സൂചിപ്പിച്ചതുപോലെ മനസ്സിന്റെ സമനില ശീലിച്ചവൻ മാത്രമല്ല, അത് നിത്യമായി പാലിക്കപ്പെടുന്നവൻ. ഒരിക്കലും അതിൽ നിന്നൊരു വീഴ്ചയില്ല. ഇങ്ങനെയുള്ളതിനെ ചൂണ്ടിക്കാട്ടുവാൻ ലോകത്ത് ഈ മണ്ണിൽ ജീവിച്ച് ഈ മനുഷ്യരോടൊപ്പം നടന്ന് ഈ മനുഷ്യരുടെ മുഖസ്പന്ദനങ്ങളെല്ലാം അറിഞ്ഞ് അതിനെല്ലാം ആശ്വാസമേകിക്കൊണ്ട് അതിനെല്ലാം പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് കണ്ടുകൊണ്ട് ആര് ജീവിച്ചിരിക്കുന്നു? അങ്ങനെ ഒരു ഉദാഹരണം ഇല്ലാതെ വരുമ്പോഴാണ് ആദർശ പുരുഷന്മാരെ ഭാവനയിൽ സൃഷ്ടിക്കേണ്ടി വരിക. ഒരാദർശ പുരുഷനെ അവതരിപ്പിക്കുകയാണ്, സൃഷ്ടിക്കുകയാണ്. ആദർശബോധമുള്ള ഒരു ഋഷി അങ്ങനെ ഒരു ആദർശ പുരുഷനെ അവതരിപ്പിക്കുന്നു. സകല ഗുണങ്ങളുടെയും വിളനലമായി ആ മൂർത്തിയെ അവതരിപ്പിക്കുന്നു. ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇനി പേരുകേട്ട എത്രയോ മഹാത്മാക്കളുണ്ടായിരുന്നു. അവർ ഗുരുക്കന്മാരെന്നോ പ്രവാചകന്മാരെന്നോ ഒക്കെ അറിയപ്പെടുകയും ചെയ്തു. പക്ഷെ അവിടെയെല്ലാം നിരീക്ഷിക്കുമ്പോൾ അവരുടെ എല്ലാം ഗുണങ്ങൾക്ക് നിത്യതയില്ല എന്ന് കാണാം. അപൂർണതകൾ പലതിലും പ്രകടമായിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോഴാണ് ഗുരുവിൻ്റെ ആ മഹനീയ ചരിത്രം ഇത് കേട്ട് പരിചയിച്ച് തഴമ്പിച്ച ഒരു പദമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഗുരുവിൻ്റെ സകലതും സകല മഹിമകളും ആ ഒരു പ്രയോഗത്തിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ ചരിത്രം മഹനീയമായിരുന്നു. എന്തുകൊണ്ട്? അവിടുന്ന് ഭാവനയിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു ഉത്തമ പുരുഷനല്ല. ഈ ഭാവനയിൽ അവതരിപ്പിക്കപ്പെട്ട എത്രയോ പുരുഷന്മാർ, അവരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളിൽ അല്ലെങ്കിൽ ഭക്തന്മാരിൽ ജീവിക്കുന്ന, ഹൃദയത്തിൽ ജീവിക്കുന്ന ജീവസ്സുറ്റ കഥാപാത്രങ്ങളാണ്. എന്നാൽ അത് യാഥാർത്ഥ്യമല്ല. മുമ്പ് സൂചിപ്പിച്ചതുപോലെ എത്രയോ ന്യൂനതകൾ അവരിൽ കണ്ടെന്നു വരുന്നു. ശപിക്കുന്നു, ശാപം ഏറ്റുവാങ്ങുന്നു. പലപ്പോഴും സാമാന്യ യുക്തിക്ക് നിരക്കാത്ത തരത്തിലുള്ള പ്രവൃത്തികളും അതുപോലെ തന്നെ ചില വാക്കുകളും. അതിനെയെല്ലാം ന്യായീകരിക്കുവാൻ വ്യാഖ്യാന കസർത്ത് നടത്തേണ്ടി വരികയാണ് വിശ്വാസികൾക്ക്. അതിൻ്റെ എല്ലാ അർത്ഥം ഇന്ന ഇന്ന രീതിയിലാണ് എന്ന് വളഞ്ഞു ചുറ്റി അതിനെ ന്യായീകരിക്കുന്നു. ഇതിനെയെല്ലാം വിശ്വസിച്ചു പോരുന്ന നാം ഇങ്ങനെ ഒരു വ്യാഖ്യാനം കേട്ടുമ്പോൾ ഇതിന് എല്ലാം ഒരു സമാധാനം കണ്ടെത്തിയല്ലോ എന്ന ആശ്വാസത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെയെല്ലാം കേട്ട മാത്രയിൽ നമ്മൾ അങ്ങ് സ്വീകരിക്കുകയാണ്.
ഇതിനെയെല്ലാം മനസ്സിലങ്ങ് ഉറപ്പിക്കുകയാണ്. ഇവിടെ നോക്കൂ, എന്തെല്ലാം ഗുണങ്ങൾ ഒരുവനിൽ അഥവാ ഇതുപോലുള്ള അവതരിപ്പിക്കപ്പെട്ട പുണ്യപുരുഷന്മാരിൽ കാണുന്നുണ്ട്. ആ ഗുണങ്ങളെല്ലാം പ്രത്യക്ഷമായി നമ്മുടെ മുമ്പിൽ വിളങ്ങുകയാണ് ഗുരുവിലൂടെ. നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ ഒരു ഉത്തമ ചരിത്രം. ആശാൻ ഒരിടത്ത് കുറിക്കുന്നുണ്ട്, ഒരു ഉത്തമ ജീവചരിത്ര രചനയ്ക്ക് മതിയാവുന്നതെല്ലാം ഉള്ളടങ്ങിയിരിക്കുന്ന അവിടുത്തെ ആ ധന്യജീവിതം. ആശാൻ അത് മനസ്സിലാക്കിയിരുന്നു. അതിനെ അതേപടി അവതരിപ്പിക്കുവാൻ ആശാന് കഴിയുമായിരുന്നു. നിർഭാഗ്യവശാൽ അത് സാധിച്ചില്ല. അതിനെ ഭാഗ്യദോഷമെന്ന് കരുതേണ്ടതില്ല. ഒരുപക്ഷേ ഗുരുനിശ്ചയവും അങ്ങനെയായിരിക്കാം. ഒരു വേള അവിടുന്ന് ചോദിക്കുന്നുണ്ട്, ആളുകൾ വിശ്വസിക്കുമോ? അവിടുത്തെ മഹച്ചരിതം എഴുതുവാൻ ആഗ്രഹിച്ച ശിഷ്യനോടാണ് ഇത് ചോദിച്ചത്, നടരാജഗുരുവിനോട്. ആളുകൾ വിശ്വസിക്കുമോ? അപ്പൊ ആ ചോദ്യം വളരെ യുക്തമാണ്. അതിൻ്റെ പിന്നിൽ ഇതാ ഇന്നോളം അവതരിപ്പിച്ച പല പല കഥാപാത്രങ്ങളുണ്ട്. അവരെ കഥാപാത്രങ്ങളായിട്ടല്ല നാം കാണുന്നത്. അതിനെയെല്ലാം യാഥാർത്ഥ്യമായിട്ടാണ് നാം ഗണിക്കുന്നത്. ഇങ്ങനെയുള്ള എണ്ണമറ്റ ആ മഹനീയ ചരിത്രങ്ങൾ, പൂർവ്വ ചരിത്രങ്ങൾ ഈ ലോകത്ത് ഇന്നും തേജസ്സോടെ അവർ നിൽക്കുകയാണ്. അത് നമ്മുടെ മനോമുകുരത്തിലാണെന്ന് മാത്രം. ഇങ്ങനെയൊന്നും ഒരിക്കലും യാഥാർത്ഥ്യമാവില്ല. പലപ്പോഴും അങ്ങനെയാണല്ലോ. ഏതൊരു പ്രസ്ഥാനത്തിനാണെങ്കിലും ഒരു ആദർശം കാണും. ആദർശം വളരെ ഗംഭീരമായിരിക്കും. പക്ഷേ ആദർശം ചമയ്ക്കുന്നവർക്ക് തന്നെ അറിയാം ഇതൊന്നും നടപ്പാവില്ല എന്ന് പറഞ്ഞാൽ ലോക സ്വഭാവം അങ്ങനെയാണ്. എങ്കിലും ഒരു ആദർശം അവതരിപ്പിക്കുമ്പോൾ ന്യൂനതയില്ലാതെ തന്നെയായിരിക്കും അത് അവതരിപ്പിക്കുക. ഏതാണ്ട് അതുപോലാണ്. ഇവിടെ നോക്കൂ, സകല ഗുണങ്ങളും ഗുരുവിനിൽ ആരോപിക്കുന്നു. അവനെ മാതൃകയാക്കുവാൻ മാത്രമല്ല പറയുന്നത്, നിത്യവും ആ മഹച്ചരിതത്തെ ഗാനം ചെയ്തുകൊണ്ടിരിക്കുക, അതിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുക, അതിനെ സ്മരിച്ചു കൊണ്ടിരിക്കുക, അതിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുക, പൂജിച്ചു കൊണ്ടിരിക്കുക. ഇവിടെ നോക്കൂ, ഇവിടെ കഥയല്ല, ആരോ അവതരിപ്പിച്ച കഥയല്ല. എന്തെല്ലാം കഥകൾ മുമ്പിനാലെ ഉണ്ടായി. ആ കഥകൾക്കെല്ലാം വ്യാഖ്യാനമെന്നോണം എന്ന് തന്നെ പറയാം. ഇതൊക്കെ കേവലം ഭാവനയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ഒരു ഭാവനയിൽ മാത്രം ലയിച്ചിരിക്കുന്നതല്ല. ഇത് യാഥാർത്ഥ്യമാകും, ഇത് വെളിവാകും എന്ന് ഗുരു സ്വന്തം അവതാരത്തിലൂടെ കാട്ടിത്തരികയാണ്. അതുകൊണ്ട് അതാണ് യഥാർത്ഥ അവതാരം. ഇപ്പൊ നോക്കൂ, മുളയ്ക്കാത്ത വിത്ത് പോലെ
അത് മുളച്ച് വെളിവാകുകയാണ്. വെളിവാകുമ്പോഴാണ് അത് വൃക്ഷമാകുന്നത്, അതാണ് ഫലവത്താകുന്നത്. ഇത് വിത്തുകൾ പലതുണ്ടായി. അതാണ് പൂർവസൂരികൾ ചെയ്തത്. മുളയ്ക്കുന്നില്ല. അവർ മുളപ്പിച്ചതെങ്ങനെയാണ്? ഭാവനയിൽ നെയ്തെടുത്തവതരിപ്പിച്ചു. ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. എന്നാൽ ഗുരുവിലൂടെ സംഭവിക്കുന്നത് യഥാർത്ഥ അവതരണമാണ്. ഈ ആദർശങ്ങളുടെ എല്ലാം ഒരു സ്വയം അവതരണം. ഇതിനെ അവതരിപ്പിക്കാനും ബുദ്ധിമുട്ടാണ്, ഇതിനെ മനസ്സിലാക്കാൻ അതിലേറെയും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരിക്കൽ ഒരു രാജസന്നിധിയിൽ ഒരു പ്രശ്നമുണ്ടായി. സൂര്യനാണോ ചന്ദ്രനാണോ മഹത്വം കൂടുതൽ? ആർക്കും സംശയമുണ്ടായിരുന്നില്ല, അത് സൂര്യന് തന്നെ. ഒരാൾ മാത്രം പറഞ്ഞു ചന്ദ്രനാണ്. അതെന്തുകൊണ്ട് എന്നതിന് അയാൾ സമാധാനം പറഞ്ഞത്, ഈ പകൽ വെളിച്ചമുള്ളപ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് ഉയർന്ന് നിന്നിട്ട് എന്ത് പ്രയോജനം? നമുക്ക് രാത്രിയിലല്ലേ വെളിച്ചം വേണ്ടത്, അത് സൂര്യൻ തരുന്നില്ലല്ലോ, അത് ചന്ദ്രനല്ലേ തരുന്നത്. അതിനകത്ത് ഒരു യുക്തിയുണ്ട്, കെട്ടയുക്തിയാണെന്ന് മാത്രം. ഏതാണ്ട് അതുപോലെയാണ് അവസ്ഥ. യാതൊന്നിനാലാണോ എല്ലാം പ്രകാശിക്കുന്നത്, യാതൊന്നാണോ എല്ലാത്തിനും ആധാരമായിരിക്കുന്നത്, യാതൊന്നുകൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നത്, ചലിക്കുന്നത്, പരിണമിക്കുന്നത്, അത് സാക്ഷാൽ പരംബ്രഹ്മമാണ്. ഈ കാണായതെല്ലാം സ്ഥൂല സൂക്ഷ്മ രൂപത്തിൽ കാണപ്പെടുന്നതെല്ലാം പരമാത്മാവിൽ നിന്നുണ്ടാകുന്നു. പരമാത്മാവിൽ തന്നെ നിലനിൽക്കുന്നു, പരമാത്മാവിൽ തന്നെ ലയിക്കുന്നു. അതിനാൽ കാണായതെല്ലാം സ്ഥൂല സൂക്ഷ്മ കാരണ ആ രൂപത്തിൽ കാണപ്പെടുന്നതെല്ലാം പരമാത്മാവ് തന്നെ, അതല്ലാതെ വേറൊന്നുമില്ല. അതിൻ്റെ ദിവ്യരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? പരമാത്മാവ് തന്നെയെല്ലാം. പക്ഷെ അത് വെളിപ്പെടുമ്പോഴാണ്, അതിനെ മനുഷ്യന് അനുഭവവേദ്യമാകും വിധം വെളിപ്പെടുമ്പോഴാണ് അത് പരമാത്മാവിൻ്റെ ദിവ്യരൂപമായി വരുന്നത്. നോക്കൂ, എൻ്റെ ഉള്ളിലുണ്ട് അറിവ്. വാഗ്രൂപത്തിൽ അത് പുറത്തേക്ക് വരുമ്പോൾ, പ്രകടമാകുമ്പോൾ, പ്രകാശിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകുന്നു. എൻ്റെ ഉള്ളിലുണ്ട് അറിവ്. ഞാനത് അക്ഷര വടിവിൽ കോറിയിടുമ്പോൾ അത് കാണുന്നവർക്ക് ഗ്രാഹ്യമാകുന്നു, അനുഭവവേദ്യമാകുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് സാക്ഷാൽ ബ്രഹ്മത്തിൻ്റെ മൂർത്തിമത് ഭാവം എന്ന് ആ ഗുരുവിനെ വിശേഷിപ്പിക്കുകയല്ല, അവതരിപ്പിക്കുന്നത്. അവിടുന്ന് സാക്ഷാൽ പരബ്രഹ്മമാണ്, ശരി. പക്ഷെ അത് മനുഷ്യൻ അറിയുമ്പോൾ, മനുഷ്യൻ അനുഭവവേദ്യമാകുമ്പോഴാണ് അത് സഫലമാകുന്നത്. ഓർത്തു നോക്കൂ,
നന്നായി ആഹാരമുണ്ടാക്കി. എന്തിന്? ആഹാരം എന്തിന്? അത് ആഹരിക്കപ്പെടണം, ആരാലെങ്കിലും ആഹരിക്കപ്പെടണം. അത് സാക്ഷാൽ ശരീരവും മനസ്സും ആത്മാവുമായി മാറണം. അപ്പോഴാണ് ചരിതാർത്ഥത. ആ ഉണ്ടാക്കിയ ആളിൻ്റെ പ്രവൃത്തിയും ഉണ്ടാക്കപ്പെട്ട വസ്തുവിൻ്റെ ആ സാഫല്യതയും വരുന്നത്. ഇത് തന്നെ. ഇവിടെ ബ്രഹ്മമേ ഉള്ളൂ. കാലം കൊണ്ടതിനെ പരിധി വെക്കാനൊക്കത്തില്ല. അതിനെ അനുഭവവേദ്യമാകും വിധം പ്രത്യക്ഷാക്ഷര വിഗ്രഹമായി. അതിനു മുമ്പ് പലരെയും അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ അപൂർണത പല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതൊന്നുമില്ലാതെ ഒരു പൂർണ്ണവാനായി, ഒറ്റവാക്കിൽ പറഞ്ഞാൽ പൂർണ്ണതയുടെ, പരിപൂർണതയുടെ പ്രതീകമെന്നാണ് നടരാജഗുരു പറഞ്ഞിരിക്കുന്നത്. പരിപൂർണതയുടെ ദർശനീയമായ പ്രതീകം. എത്ര നല്ല പ്രയോഗം! മറ്റേത് ആദർശ ലോകത്തിൽ അതിൽ വ്യാപരിക്കുവാനുള്ള ഭൗതിക ശേഷിയുള്ളവർക്ക് മാത്രമായി ഒരു പരിധി വരെ അവരുടെ ബുദ്ധി വ്യായാമത്തിന് വേണ്ടി മാത്രമായി അത് ചുരുക്കപ്പെടുന്നു. നോക്കൂ, ആ പരമാത്മാവ് മർത്യരൂപത്തിൽ മൂർത്തിയായി, ബ്രഹ്മം മൂർത്തിയായി ഇതാ നമ്മുടെ മുമ്പിൽ പ്രശോഭിക്കുന്നു. അത് പരമാത്മാവിൻ്റെ ദിവ്യരൂപമായി നാം കാണുന്നു. അഥവാ കാണണമെന്ന് ഗുരു തന്നെ നമുക്ക് കാട്ടിത്തരുന്നു. അവിടുത്തെ നിഗ്രഹാനുഗ്രഹ ശക്തി അത് ദേവതകളുടെ കാര്യത്തിൽ എന്ന പോലെ നമ്മൾ കാണരുത്. നിഗ്രഹവുമുണ്ട്, അനുഗ്രഹവുമുണ്ട്. നിഗ്രഹിക്കുന്നത് എന്താണ്? നമ്മുടെ പാപത്തെ. നീ എൻ്റെ സകല പാപങ്ങളെയും കവർന്നെടുത്തുകൊണ്ട്, പാപമുള്ളവന് ഒരിക്കലും അവിടുത്തെ ആ പരമാനന്ദം ലഭിക്കുകയില്ല. അവിടുന്ന് സകല പാപങ്ങളും കവർന്നെടുക്കുകയാണ്. എന്നിട്ടാണ് ആ പരമാനന്ദം നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇവിടെ ഒരനുഗ്രഹം നൽകുമ്പോൾ അതോടൊപ്പം തന്നെ വിവേകവും നമുക്ക് നൽകുന്നു. വിവേകമാണ് ഉദിക്കേണ്ടത് എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് അവിടുന്ന് വിവേകോദയം എന്ന് ഒരു മാസികയ്ക്ക് പേരിട്ട ആ സന്ദർഭം ഓർക്കുക. വിവേകമാണ് ഉദിക്കേണ്ടത്. അതുകൊണ്ടാണ് ഭുക്തി നൽകുന്നതോടൊപ്പം മുക്തി നൽകുമെന്ന് പറയുന്നത്. അത് വിവേകം ലഭിക്കുന്ന ഒരുവന് അവന്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും അതിരിവിടുന്നില്ലെന്ന്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിവേകികൾ പക്വമതികളായിരിക്കും. പക്വമതികൾ. അവരൊന്നിനെ അപഹരിക്കുന്നില്ല. ഒരിക്കലും സ്വാർത്ഥതയില്ല. അവർ എല്ലാവർക്കും വേണ്ടി നിലകൊള്ളുന്നു, എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട്. ഇതുപോലുള്ള ഒരു യഥാർത്ഥ ദിവ്യപുരുഷന്റെ ഓരോ സന്ദർഭത്തിലെ വാക്കുകളും ഈ സമീപനങ്ങളും പ്രവൃത്തികളുമെല്ലാം
വലിയ പാഠങ്ങളായിരിക്കും നമുക്ക് പകർന്നു നൽകുക. അങ്ങനെയുള്ള മഹനീയ ചരിത്രത്തിലൂടെയാണ് ഇനി ഏതാനും തവണ നമ്മൾ കടന്നു പോകുന്നത്. അതിനുള്ള ഒരു ആമുഖമായി മാത്രം നമ്മൾ ഇതിനെ കാണുക. ചാരിതാർത്ഥ്യം, ഇത് നമുക്ക് പരിചിതമാണ്. ചരിതം അർത്ഥവത്തായി തീരുമ്പോഴാണ് ചാരിതാർത്ഥം ഉണ്ടാവുക. ചരിതം എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഷ്ഠിക്കേണ്ടതിനെ അനുഷ്ഠിക്കേണ്ട വിധം അനുഷ്ഠിക്കുമ്പോൾ, ചെയ്യേണ്ടതിനെ ചെയ്യേണ്ട വിധം ചെയ്യുമ്പോൾ മാത്രമേ അത് ചരിതമാകുന്നുള്ളൂ. ബാക്കിയൊക്കെ സംഭവങ്ങളാണ്, ചരിത്രമെന്ന് പറഞ്ഞുകൂടാ. അഹിതകരമായ അനിഷ്ടകരമായ സംഭവങ്ങളുടെ പരമ്പരകളല്ലേ നമ്മൾ ഇന്ന് ചരിത്രമെന്ന് പറഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചരിത്രമല്ല, അനിഷ്ട സംഭവങ്ങളത്രേ. അത് ചരിതമാകണമെങ്കിൽ, അത് ചരിത്രമാകണമെങ്കിൽ മഹനീയമായി തീരണം. എങ്ങനെ? അത് ധർമ്മനീതിക്ക് അനുസൃതമായി നടക്കുന്ന അത് മാത്രമേ ചരിത്രമാകാൻ പാടുള്ളൂ. നിർഭാഗ്യവശാൽ ഇന്ന് അതിൻ്റെ വിപരീതമാണ്. ഒരിക്കലും ഈ നല്ല കാര്യങ്ങളുടെ പ്രകീർത്തനമല്ല ഈ കൊലകളുടെയും കൊലവിളികളുടെയും വെട്ടിപ്പിടുത്തത്തിൻ്റെയും വിജയങ്ങളുടെയും പരാജയങ്ങളുടെയും എല്ലാം ഒരു സംഭവ വിവരണം. ഇതിലൂടെ മനുഷ്യൻ എന്ത് നേടി? അനുഭവത്തിലൂടെ പല പാഠങ്ങളും പഠിച്ചു. പക്ഷേ അന്നത്തെ തലമുറ ജീവിച്ചോ? സമാധാനമായി ജീവിച്ചോ? ഇതാണ് ചോദ്യം. ഇവിടെ നോക്കൂ, ഗുരു നമ്മെ പിടിവിടില്ല. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ദീനാവനപരായണനാണ്. ആശ്രയിച്ചില്ല എങ്കിലും ഇതാ ഗുരു നമ്മെ ചേർത്ത് പിടിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മൾ മനുഷ്യരാണ്. വികലതകൾ പലതുമുണ്ടെങ്കിലും ആ വൈകല്യങ്ങളെ എല്ലാം അവിടുന്ന് കവർന്നെടുക്കും. കായികമായി കൊള്ളട്ടെ, കായമനോബുദ്ധ്യാദികളിലുള്ള സകല പാപങ്ങളെയും അവിടുന്ന് കവർന്നെടുക്കുക തന്നെ ചെയ്യും. ഒരു ആശ്രയ മനോഭാവം മാത്രമാണ് അതിന് നാം ചെയ്യേണ്ടതായിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഈ മഹനീയ ചരിതം ആസ്വദിക്കേണ്ടതാണ്. ഒരിടത്ത് പറയുന്നുണ്ട്, മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തിജ രമന്തിജ. നീ എന്നിൽ മനസ്സർപ്പിക്കുവോ? നീ എന്നെ തന്നെ സ്മരിക്കുവോ? ആ സ്മരണ നിലനിർത്തുവാൻ എന്നെക്കുറിച്ചുള്ള കഥകൾ പറയൂ, എന്നെക്കുറിച്ചുള്ള കഥകൾ പാടൂ. കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തിജ. അതിലൂടെ നീ തുഷ്ടിപ്പെടൂ, നിന്റെ ജീവിതം സരസമാക്കൂ. ഈ രീതിയിൽ കഥകൾ ചമച്ച് ആ കഥാപാത്രങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനേ സാധിക്കുന്നുള്ളൂ എങ്കിൽ ഇതാ പ്രത്യക്ഷമായി പരമാത്മാവിൻ്റെ ആ ദിവ്യരൂപമായി അവിടുന്ന് നമ്മളോട് ഇണങ്ങി നിന്ന്, എങ്ങനെ ശിവശതകത്തിന്റെ പ്രാരംഭത്തിൽ പറയുന്നത് പോലെ, എളിയോർക്കിണങ്ങി നിൽക്കും മുഴുമുതലാകിയ മൂർത്തി. എളിയവർക്കിണങ്ങി നിൽക്കുന്ന മുഴുമുതലാകിയ മൂർത്തി അവിടുന്ന് കാത്തുകൊള്ളും. പ്രിയമുള്ളവരെ, ആ മുഴുമുതലിൻ്റെ അവദാന സമൃദ്ധമായ ചരിതത്തിലൂടെ ഇനി ഏതാനും ദിനങ്ങൾ നമുക്കൊരു തീർത്ഥ യാത്ര നടത്താം. അതിലേക്ക് എല്ലാവരെയും
സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഇന്നത്തെ സംഭാഷണം ഇവിടെ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമോഭാഗം.